മഴ കനത്തതോടെ കാലവർഷക്കെടുതിയിൽ ശ്രീകണ്ഠപുരം നഗരസഭയിൽ ആവണക്കോൽ 25-ാം വാർഡിൽ കോട്ടൂരിൽ ഷർമിള കണ്ടമ്പേത്തുകരിയിൽ എന്നയാളുടെ വീടിന്റെ അടുക്കള ഭാഗം ഇടിഞ്ഞു വീണു. മഴവെള്ളം വീടിന്റെ പിറകുവശത്തെ നടപ്പാത വഴി ഒഴുകിയെത്തത് സംരക്ഷണ ഭിത്തിയും അടുക്കള ഭാഗവും ഇടിയാൻ കാരണമായി. മലയോര പ്രദേശങ്ങളിൽ മഴ ശക്തി പ്രാപിച്ചു. കാലവർഷക്കെടുതിയിൽ മിക്കയിടങ്ങളിലും ഇലക്ട്രിക് വൈദ്യുതി ബന്ധം തകരാറിലായി. മലയോരത്തെ സ്ഥിരാകേന്ദ്രമായ കണ്ണൂർ ശ്രീകണ്ഠപുരം നഗരസഭയിലെ 25-ാം വാർഡ് ആവണക്കോൽ കോട്ടൂരിൽ ഷർമിള കണ്ടമ്പേത്തുകരിയിൽ എന്ന സ്ത്രീയുടെ വീടിന്റെ പിറകുവശത്തെ നടപ്പാതയും കെട്ടും ഇടിഞ്ഞ് വീടിന്റെ അടുക്കള ഭാഗം ഉൾപ്പെടെ തകർന്ന് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. പിറകുഭാഗത്തെ നടപ്പാത വഴി കുത്തിയൊലിച്ച് വന്ന മഴവെള്ളം വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിയാൻ കാരണമായതായി വീട്ടുടമസ്ഥ പറഞ്ഞു. 4-5 വർഷം ഈ മതിൽ കെട്ടി. ഈ മതിൽ കിട്ടുന്നതിന് മുമ്പിലേക്ക് വെള്ളവും കാര്യങ്ങളും പോകുന്നത് ചെറിയ വെള്ളമാണ്. അപ്പൊ ഇപ്പൊ ഒരു 3-4 വീട്ടുകാർ കൂടിയിട്ട് ആ വെള്ളം ഇങ്ങോട്ടേക്ക് തിരിച്ചു വിട്ടു. വരുന്നത് ഇതിന് മുമ്പിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ ഇപ്പൊ അവരെന്ന് പറഞ്ഞ മെമ്പർ വിളിച്ച് കാണിക്കുമ്പോൾ പറഞ്ഞ് ആദ്യമുണ്ട് വെള്ളം വീണ്ടത് ഈ മതിൽ ഇങ്ങനെ പോകാൻ കാരണം എന്ന് പറഞ്ഞു. തീരാ അതിന് ഇന്നലെ പൈപ്പ് ഇടണം. ഞാൻ പറഞ്ഞു ഇടാം, ഓളെ കൊണ്ട് തെറ്റ് പറഞ്ഞാൽ നമ്മൾ വിൽക്കാരം മതില്ല, പൈപ്പ് ഇടാന്ന് പറഞ്ഞു. അപ്പൊ മേലെ നിന്ന് വെള്ളം ചെയ്യുന്നത് അത് എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഒരു വഴി ഉണ്ടാക്കിയില്ല. നമ്മൾ കുറ്റം തെറ്റെന്ന് പറയുന്നില്ല, നല്ലതേ പറഞ്ഞില്ലേ. ഈര വന്ന് നോക്കുമ്പോൾ പറഞ്ഞ് അങ്ങനെ പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം വന്ന് അതുകൊണ്ട് നിങ്ങളുടെ വേണ്ട ഈ പാർട്ടിസ്റ്റേഴ്സിൽ നിന്ന് വീഴുന്ന വെള്ളം നിർത്തുക എന്നൊരു ഇവള് പറഞ്ഞു. അതിന് പൈപ്പ് ഞങ്ങളില്ല, പൈപ്പ് തിരിക്കണം എന്നൊരു ഇവള് ചോദിച്ചു. അങ്ങനെ വരുന്ന വെള്ളം നെല്ലിയാണ്, അതിന് നമുക്ക് വഴി ഉണ്ടാക്കണം. അപ്പൊ ഇതുവരെ വഴി ഉണ്ടാക്കിയില്ല. അപ്പൊ നമ്മളെന്തെങ്കിലും ചെയ്യണ്ടേ? ആരോടെ ഇനി പറയണ്ടേ? വീട് ആരെ ഇല്ലേ? അല്ലെങ്കിൽ ഒരു വഴിയും ഇത് കെട്ടണമെങ്കിൽ ഒരു വഴി വേണ്ട. എനിക്ക് ഒരു വഴിയുമില്ല കെട്ടാൻ വേണ്ടിട്ട്. ആദ്യം ഇവര് പരാതി കൊടുത്തിന്, ആസ്പെറ്റോസിന്റെ വെള്ളം വീണ് കണ്ടി പരാതി കൊടുത്തിനായിരുന്നു. എന്നിട്ട് മെമ്പർ വന്ന് നോക്കിയായിരുന്നു. ഞാൻ പറഞ്ഞു ആസ്പെറ്റോസിന്റെ വെള്ളം ഞാൻ എങ്ങനെയെങ്കിലും അതിന് പൈപ്പ് ഇടാം, പിന്നെ മേലിൽ നിന്ന് വരുന്ന വെള്ളത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ആക്കണം അങ്ങനെ പറഞ്ഞിന് ഞാൻ. ആ മേലിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതിങ്ങനെ പൊട്ടി പോകാൻ കാരണം. ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യം കുറച്ച് വെള്ളം വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം മുതലായിട്ട് ഇങ്ങനെ വെള്ളം വന്നിന്. എല്ലാ വെള്ളവും പെരിയമ്പിലെ കൂടെ വരുന്നത്. അപ്പൊ പെരിയമ്പിലെ വരുമ്പോഴാണ് വെള്ളം അവിടുത്തെ മണ്ണ് തേച്ചും പോയിട്ട് വീണത്. ഇനിയിപ്പൊ കെട്ടാൻ എനിക്ക് ഒരു വഴിയുമില്ല, കെട്ടിത്തരണമെങ്കിൽ. ബാക്കി വരുന്ന കെട്ടും നടവഴിയും ഏത് നിമിഷവും ഇടിഞ്ഞ് കൂടുതൽ അപകട സാധ്യത നിലനിൽക്കുകയാണ്. മലയോരത്ത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ നഷ്ടങ്ങളുടെ കണക്കും ഉയരുകയാണ്. അങ്ങനല്ലേ വെള്ളം ഇതിന് മുമ്പില് വെള്ളം ഉണ്ടായില്ല. ഈ വെള്ളം ഇതിന്റെ ബാത്റൂം പോയി. ഞാൻ പിന്നെ ഫാനിൽ നോക്കാം.